അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ വിദൂര മേഖലയിൽ അപകടത്തിൽപ്പെടുകയും പിന്നീട് കൊല്ലപ്പെട്ടെന്ന വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്ത ഇറാൻ പ്രസിഡന്റ് ആരാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2021 ഓഗസ്റ്റ് 5 തന്റെ 60-ാം വയസ്സിലാണ് റൈസി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുമായുള്ള അടുപ്പം സ്ഥാനാരോഹണത്തിൽ നിർണായകമായി. തീവ്ര യാഥാസ്ഥിതിക രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള ഇബ്രാഹിം റൈസി രാജ്യത്തെ ജുഡീഷ്യറിയുടെ തലവനായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കീഴിൽ ഇറാൻ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാട്ടവും സ്വയം ഏറ്റെടുത്തായിരുന്നു റൈസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ സംരക്ഷകനായിരുന്നു അദ്ദേഹം. ആയത്തുള്ള ഖൊമൈനിയുടെ പരമാധികാരിയായും അദ്ദേഹത്തെ കണ്ടിരുന്നു. എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികൾ കരിയറിൽ കരിനിഴലായി ബാക്കി നിന്നു. 1980-കളിൽ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തതിൽ റുഹാനിക്ക് പങ്കുണ്ടെന്നാണ് പ്രധാന ആരോപണം. ഇക്കാരണത്താൽ US-ൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഉപരോധം നേരിട്ടിരുന്നു. നേരത്തെ 2017-ൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും ഹസൻ റുഹാനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു. 2021-ൽ ഒരിക്കൽ കൂടി റൈസി തിരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങി. ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പായിരുന്നത്. 2.89 കോടി പേർ മാത്രമായിരുന്നു അന്ന് വോട്ട് ചെയ്തത്. ഇതിൽ 62% വോട്ടും നേടിയായിരുന്നു റൈസിയുടെ വിജയം. 2018-ൽ അമേരിക്ക ഷിപ്പിംഗിലും എണ്ണയിലും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കി തൊഴിലില്ലായ്മ ലഘൂകരിക്കുമെന്ന് റൈസി ഉറപ്പു നൽകിയിരുന്നു. ഈ ഉപരോധങ്ങളായിരുന്നു ഇറാനെ സാമ്പത്തികമായി ഞെരുക്കിയിരുന്നത്. 2015-ലെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനായുള്ള കരാർ ഉപരോധങ്ങളിൽ നിന്ന് ഇറാന് അല്പം ആശ്വാസം നൽകിയിരുന്നു. എന്നാൽ 2018-ൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയതോടെ വീണ്ടും ഇറാന്റെ വ്യാപാര വ്യവസായങ്ങളിൽ ഉപരോധം നിലവിൽ വന്നു. ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചുകൊണ്ടായിരുന്നു ഇറാൻ ട്രംപ് ഭരണകൂടത്തിനുള്ള മറുപടി നൽകിയത്. നിലവിൽ ആണവ കരാർ വീണ്ടും സജീവമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. പക്ഷെ ഉപരോധങ്ങൾ നീക്കാൻ ജോ ബൈഡൻ തയ്യാറുമല്ല. കഴിഞ്ഞ മാസം ഇസ്രായേലിനെതിരെ നടന്ന ഡ്രോണാക്രമണത്തിനും റൈസിയുടെ പിന്തുണയുണ്ടായിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ റൈസി എന്നും മുഖ്യ പരിഗണന നൽകിയിരുന്നു. 2022 ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റിലാകുകയും കൊല്ലപ്പെടുകയും ചെയ്ത മഹ്സ അമിനിക്കായി രാജ്യത്തിറങ്ങേറിയ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയിരുന്നു. രാജ്യവ്യാപക പ്രതിഷേധങ്ങളിൽ 500 പേർ കൊല്ലപ്പെടുകയും 22,000 പേർ തടവിലാകുകയും ചെയ്തു. എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണത്തിൽ അമിനിയുടെ മരണത്തിന് കാരണം ഇറാനാണെന്ന് തെളിയിക്കുകയും ചെയ്തു.